അമീർക്ക് പച്ച തോന്നിവാസ വിളിച്ചു പറയുന്നത്. ഇതിനു മുമ്പും കുറെ ആള് മുസ്ലിമായിന്, കുറെ ആളെ കൊന്നിന്. അന്നൊന്നും SKSF കണ്ടിട്ടല്ലോ. പിന്നെന്താ പറഞ്ഞത്? സമസ്ത ഇടപെടാതിരിക്കുന്നത് ഹൈറായിരിക്കുന്ന. അത് തനി തോന്നിവാസ പറയുന്നത്, തനി സഫായത്താ പറയുന്നത്. സമസ്ത ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം ആ സമയത്തോ അതിനുശേഷമോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തലമുതിർന്ന നേതാക്കൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ആ വീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏതോ SKSF കുറച്ച് കുട്ടികൾ പോയിട്ട് എന്തോ ചെയ്തെന്നല്ലാതെ ആരാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ് അറുകൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ആകണോ ആകണ്ടേ എന്ന് സംശയത്തിന്റെ പേരിൽ അവസാനം വൈസ് പ്രസിഡന്റായ അത്ര വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആരാ അങ്ങോട്ട് പോയിട്ടുള്ളത്? ഇന്ന് വരെ ആ കുടുംബത്തിനടുത്ത് പോയിട്ട് എന്താണ് കാര്യം, എന്താണ് സത്യാവസ്ഥ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഏതോ ഒരു സമസ്തന്റെ ഒരു പണ്ഡിതനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തോ പറഞ്ഞതിന്റെ പേരിൽ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സമസ്തന്റെ വൈസ് പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ നാളെ എന്തെങ്കിലും ചെയ്ത ആര് ചോദിക്കാനും പറയാനുണ്ട്? ഒരു മനുഷ്യൻ ചോദിക്കാനും പറയാനുണ്ടാവില്ല. അതൊക്കെ APക്കാരെ കണ്ടുപിടിക്കണം. സംഘടനാ സെറ്റപ്പ് എപ്പാ നന്നാകുക? ഇതിന്റെ അപ്പുറം ഇനി എപ്പോ നന്നാകുക? സംഘടനാ സെറ്റപ്പ് ഒരു മണ്ണാൻ കെട്ടിയില്ല സമസ്തക്ക്, ഒന്നുമില്ല. ഉള്ളത് പറയുമ്പോ ചൊറിഞ്ഞിട്ട് കാര്യമില്ല. അമീർ സാഹിബ്, നിങ്ങൾ എന്ത് ലാഘവത്തോടെയാ പറയുന്നത്? ഫൈസൽ, എന്ത് ഫൈസൽ? ഇതിനു മുമ്പ് ഒരുപാട് അതുപോലത്തെ പുതിയ ഇസ്ലാമിനെ ഒരുപാട് ഞാൻ പറഞ്ഞുതരാം, എണ്ണി പറഞ്ഞുതരാം. എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അന്നേരമൊന്നുമില്ലല്ലോ. ഇത് വെറുതെ പിന്നെ ആളെ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഫൈസൽ പദമൊക്കെ എടുത്ത് പുറത്തിടുന്നു. ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. സമസ്തന്റെ വൈസ് പ്രസിഡന്റ് എന്ന് എന്താ അമീർ സാഹിബ് പറയാ ഒരു മടി? ഇങ്ങൾക്കും ആ വാദം ഉണ്ടോ? മഹാനായ ചെമ്പരിക്ക ഖാദി ഉസ്താദ് ആത്മഹത്യ ചെയ്തു, അതും കൂടി അങ്ങോട്ട് പറഞ്ഞേക്ക്. പറയുന്നതിനൊരു പരിധിയില്ലേ? ചെയ്തതോ കടുത്ത അപരാധമാണ് ചെയ്തത്. എന്നാ പിന്നെ അത് ന്യായീകരിക്കാതെ മിണ്ടാതിരുന്നൂടെ? പിന്നെ ന്യായീകരിക്കാൻ പോകുന്നു. ആ കുടുംബത്തിന് ആദ്യ ദിവസം മുതൽ, മരണപ്പെട്ട ആദ്യ ദിവസം മുതൽ സമസ്തന്റെ MIC സ്ഥാപനത്തിലെ മുതിർന്ന നേതാവായ UM ഉസ്താദിനെതിരെ അവർക്ക് സംശയമുണ്ട്. ആ സംശയം പിന്നീട് കൂടി വരികയാണ്. ആ സംശയം തീർക്കേണ്ട ബാധ്യത സമസ്തന്റെ ആളുകൾക്കാണ്, സമസ്തന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കാണ്. എന്തേ ആരും ഇടപെടാത്തോ? എന്തിനാ ആ കുടുംബത്തിൽ ഇങ്ങനെ? ആ ചെമ്പരിക ഖാദിസ്ഥാന്റെ മകൻ ഇങ്ങനെ പറയാണ്, ഇത് സമസ്തന്റെ പ്രശ്നമല്ല, ആരുടെ പ്രശ്നമല്ല, ഒരു മനുഷ്യന് ഇടപെടും നമുക്ക് തോന്നുന്നില്ല. കാരണം കള്ളം കപ്പന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞങ്ങൾ കുടുംബക്കാർ നോക്കിക്കോളും ഈ കേസ്. നാണം കെട്ടുപോയി അമീർ സാഹിബ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ മലപ്പുറക്കാർക്ക് മനസ്സിലാവില്ല. ഇദ്ദേഹം മലപ്പുറത്തായിരുന്നെങ്കിൽ അന്നേ തെളിയിട്ടായിരുന്നു. നിങ്ങൾ ഇത് കാസർഗോഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത്. ഇത് മലപ്പുറം ലോബിയിലെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ? കാസർഗോഡ് ഭാഗത്തല്ലേ മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്? സമസ്തന്റെ മുഷാവറാംഗം ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് ഉണ്ട് കാസർഗോഡ്. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് കാസർഗോഡ് ഖാദിയ. ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തന്റെ പ്രസിഡന്റാ. ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എല്ലാരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല? ഒന്നെങ്കിൽ തുറന്നു പറയാം, അടുത്ത മുഷാവറ കൂടിയിട്ട് പറയാം, ആത്മഹത്യ ചെയ്താന്ന് പറയാം. എന്തിനെ പേടി? ആളുകൾ അങ്ങനെ വിശ്വസിക്കട്ടെ. നിങ്ങൾ അള്ളാന്റെ കോടതി മറുപടി പറഞ്ഞു. എന്നിട്ട് പറയാണ് അങ്ങോട്ട് പോവാത്ത ഖൈറന്നെ, അതിൽ കൂടുതൽ ചെയ്യാത്ത ഖൈറന്നെ ഇവിടുന്ന് അവസാനിപ്പിക്കുന്നു. ആ മക്കള് പറയാണ്, മകൻ പറയാണ്, എന്റെ ബാപ്പാന്റെ ഖബർ ഒന്നും കൂടി നിങ്ങൾ പിന്നെ കുയിച്ചു മാന്തിക്കിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അതിനും ഞങ്ങൾ തയ്യാറ്. കൊലപാതകികളെ നമുക്ക് കണ്ടു കിട്ടണം. മക്കളെക്കാളും വലിയ സ്നേഹമൊന്നും എന്തായാലും ഞങ്ങൾക്കില്ലല്ലോ. അത്രമാത്രം മക്കൾ ആഗ്രഹിക്കുന്നു എന്റെ പിതാവിനെ കൊന്നത് ആരാണെന്ന് അറിയാൻ. അവരുടെ അവകാശമാണത്. സമസ്ത വേണ്ട പോലെ ഇടപെട്ടിട്ടില്ല. ആരും ന്യായീകരിക്കാൻ നിൽക്കണ്ട. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഇത് കൊലപാതകമാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട നാസർ വൈദി കൊടുത്ത ഉസ്താദ്. അതുപോലെ സത്താർ ബന്ദരൂർ സാഹിബ് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്, മേലേക്കടയിൽ നിന്ന് പ്രവർത്തിക്കണ്ടേ? കാരണം ഇത് താഴെക്കടയിലുള്ള നേതാവല്ലല്ലോ, സമസ്തന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അത് കാസർഗോഡ് ഭാഗത്തുള്ള സമസ്തയുടെ തന്നെ ചില ആളുകൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ സമ്മർദ്ദത്തിൽ വീഴാൻ പാടില്ലായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവസാനം ബഹുമാനപ്പെട്ട ചെമ്പരിക ഖാദി ഉസ്താദിനെ വിളിച്ചു കൊണ്ടുപോയതാരാ? വീട്ടിൽ നിന്ന് അവസാനം വിളിച്ചു കൊണ്ടുപോയതാരാ? നമ്മുടെ SYSന്റെ നേതാവ് അല്ലേ? നമ്മുടെ SYSന്റെ നേതാവ്. ഒരുപാട് നിഗൂഢതകളുണ്ട്. അതെ, കേസ് തെളിഞ്ഞാല് ചിലപ്പോ സമസ്തന്റെ വലിയ ആളും സമസ്തന്റെ ആളും പെട്ടുപോകും കേസിന്റെ ഉള്ളിൽ. ലീഗിന്റെ ആളുകളും പെടും, കോൺഗ്രസിന്റെ ആളുകളും പെടും, കമ്മ്യൂണിസ്റ്റിന്റെ ആളുകളും പെടും. അപ്പൊ ആർക്കും ആഗ്രഹമില്ല, എങ്ങനെങ്കിലും ഒതുക്കി തീർക്കണം അല്ലേ?